ഹായ്. ബേസിൽ ജോസഫിന്റെ പൊന്മാൻ ഡയറക്റ്റഡ് ബൈ ജ്യോതിഷ് ശങ്കർ. ഈ സിനിമ ആദ്യം കാണുമ്പോൾ ഒരു 15 കൊല്ലം മുമ്പുള്ള മലയാള സിനിമ കാണുന്ന ഫീൽ ആയിരുന്നു കേട്ടോ. ഫ്രം ടൈറ്റിൽ കാർഡ് തൊട്ട് വിഷ്വലി ഈ സിനിമ അങ്ങനെ തന്നെയാണ്. പഴയ ഒരു സിനിമ കാണുന്ന ഫീലാണ്. ഈ സിനിമ എഴുതിയിരിക്കുന്നത് ഇന്ദുഗോപനാണ്. ഇന്ദുഗോപന്റെ തന്നെ 4-5 ചെറുപ്പക്കാർ എന്ന് പറയുന്ന ഒറിജിനൽ സ്റ്റോറിയുടെ ഒരു സിനിമാറ്റിക് വേർഷനാണിത്. അദ്ദേഹം തന്നെയാണ് ഇതിന്റെ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ എനിക്കൊരു പോസിറ്റീവായിട്ട് തോന്നിയൊരു കാര്യം, ഇന്ദുഗോപന്റെ വേറെയും കഥകൾ ഇതിനു മുമ്പ് സിനിമയായിട്ടുണ്ട്. കാപ്പയെല്ലാം ഇന്ദുഗോപന്റെ തന്നെ കഥയായിരുന്നു. അപ്പോൾ ഇന്ദുഗോപന്റെ കഥയുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ സ്റ്റോറി ഇറ്റ് സെൽഫ് സിനിമാറ്റിക് ആയിരിക്കും. നമ്മൾ കഥ വായിക്കുന്ന സമയത്ത് തന്നെ നമുക്കൊരു സിനിമ കാണുന്ന ഒരു ഫീൽ ഉണ്ടാവും. പക്ഷെ അത് സിനിമയാക്കി മാറുന്ന സമയത്ത് ഇതിനു മുമ്പ് ആവശ്യമില്ലാത്ത ഡ്രാമ എല്ലാം കുത്തിക്കയറ്റി അതെല്ലാം കുളമാകുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. കാപ്പ മൂവി നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകും. ഒരു വല്ലാത്തൊരു സിനിമയായിട്ട് അത് മാറി. പക്ഷെ കഥ എന്ന നിലയ്ക്ക് ഇത് അത്യാവശ്യം നല്ല കൊള്ളാവുന്ന ഒരു കഥയാണ്. ഇനി ഈ സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ അങ്ങനെ അനാവശ്യമായിട്ടുള്ള ഡ്രാമയോ കാര്യങ്ങളോ ഒന്നും ഈ സിനിമയിൽ അങ്ങനെ കുത്തിക്കയറ്റിയിട്ടില്ല. എന്താണോ ഒറിജിനൽ സ്റ്റോറി അത് അതേ രീതിയിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ തന്നെ ഒരു നെഗറ്റീവ് ഉണ്ട് കേട്ടോ. ഈ കഥ ഒരു സാധാരണക്കാരൻ വായിക്കുന്ന സമയത്ത് അയാളുടെ മനസ്സിലേക്ക് എന്ത് വിഷ്വലാണോ വരുന്നത് അത് അതേപോലെ തന്നെയാണ് സിനിമയിൽ കാണിച്ചിട്ടുള്ളത്. അതായത് ഡയറക്ടർ അയാളുടേതായിട്ടുള്ള സ്കില്ലോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. ഒരു എക്സെപ്ഷണൽ കേസ് ഞാൻ പറഞ്ഞുതരാം. ഈ ആടുജീവിതം എന്ന് പറയുന്ന നോവലില്ലേ, ഒരുമാതിരിപ്പെട്ട എല്ലാ മലയാളികളും വായിച്ചിട്ടുള്ള ഒരു നോവലാണത്. പക്ഷെ അത് സിനിമയാക്കി മാറുന്ന സമയത്ത് ബ്ലസി എന്ന് പറയുന്ന ഡയറക്ടറുടെ ഒരു അപ്പർ ഹാൻഡ് അല്ലെങ്കിൽ അയാളുടെ ഒരു ക്രിയേറ്റീവ് ലെവൽ നമുക്ക് ആ സിനിമയിൽ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഓൾറെഡി കഥ വായിച്ചിട്ടുള്ള ആൾക്കാർക്ക് സിനിമ കാണുന്ന സമയത്ത് ഒരു രസമുണ്ടോ, എന്തായിരിക്കും അടുത്ത് നടക്കാൻ വേണ്ടി പോകുന്നത്, എങ്ങനെയായിരിക്കും അത് വിഷ്വലൈസ് ചെയ്തിട്ടുണ്ടാവുക, അങ്ങനെ ഒരു പ്രതീക്ഷയുണ്ടാവും. പക്ഷെ ഇത് കാണുന്ന സമയത്ത് ഞാൻ ഈ കഥ മുമ്പ് ഒരു 3 വർഷം മുമ്പ് വായിച്ച കഥ തന്നെയാണ്. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും എന്താണ് നെക്സ്റ്റ് നടക്കാൻ വേണ്ടി പോകുന്നതെന്ന്. അതെനിക്ക് തോന്നുന്നു ഡയറക്ടറുടെ ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്തതിന്റെ ഒരു പ്രശ്നമായിരുന്നു. അത് ഈ സിനിമയിൽ മൊത്തം തുടക്കം മുതൽ അവസാനം വരെ നമുക്ക് അങ്ങനെ തന്നെ കാണാൻ വേണ്ടി പറ്റും. ആകെയുള്ളൊരു പോസിറ്റീവ്, ബോറാക്കിയിട്ടില്ല, ആവശ്യമില്ലാത്തത് കുത്തിക്കയറ്റി കോളമാക്കിയിട്ടില്ല. ഇനി സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ബേസിക് പ്ലോട്ടിനെ പറ്റി ഞാൻ പറഞ്ഞുതരാം. സ്ത്രീധനമാണ് ഈ കഥയുടെ ഒരു ബേസിക് പ്ലോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ കാസർഗോഡ് ജില്ലയിൽ ജനിച്ച് വളർന്ന് കാസർഗോഡ് ജില്ലയിൽ ജീവിക്കുന്ന എന്നെ പോലുള്ള ആൾക്കാരെ സംബന്ധിച്ച് നമ്മൾ ഈ സിനിമ കാണുന്ന സമയത്ത് സ്ത്രീധനം ഇത്ര വലിയ പ്രശ്നമാണെന്നെല്ലാം തോന്നുന്നു. കാരണം കേരളത്തിൽ തന്നെ സ്ത്രീധനം എന്ന് പറയുന്ന ആ ഒരു സമ്പ്രദായം ഒട്ടും ഇല്ലാത്തൊരു ജില്ലയാണ് കാസർഗോഡ്. പക്ഷേ ഈ തെക്കോട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ച് അവിടെ ഇപ്പോഴും വലിയൊരു പ്രശ്നമാണ് സ്ത്രീധനം എന്ന് പറയുന്നത്. നമ്മൾ തന്നെ ട്രിവാൻഡ്രം, കൊല്ലം, അല്ലെങ്കിൽ പത്തനംതിട്ട ആ ഭാഗത്തുള്ള ആൾക്കാരോട് എപ്പോഴെങ്കിലും സംസാരിക്കേണ്ടി വന്നാൽ അതിൽ പല ആൾക്കാരും പറയാറുണ്ട് അവരുടെ കൊടുത്ത സ്ത്രീധനവും അവർ വാങ്ങിച്ച സ്ത്രീധനത്തെ കുറിച്ചിട്ടെല്ലാം അവർ പറയാറുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടൊരു കാര്യം, ഈ തെക്കന്മാർ കുട്ടികളെ വളർത്തുന്ന 2 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ആൺകുട്ടിയാണെങ്കിൽ സ്ത്രീധനം വാങ്ങാനും പെൺകുട്ടിയാണെങ്കിൽ സ്ത്രീധനം കൊടുക്കാനും. അതിൽ തന്നെ ഈ ജോലിയെല്ലാം കിട്ടുന്നതിനനുസരിച്ച് ഈ കൊടുക്കുന്ന സ്ത്രീധനത്തിന്റെ ലെവൽ കൂടിക്കൊണ്ടിരിക്കും. ഗവൺമെന്റ് ജോലിയാണെങ്കിൽ ഇപ്പോൾ LGS, LDCക്ക് അങ്ങനെ ഈ ലെവൽ സ്കെയിൽ കൂടുന്ന കണക്കിനെ വാങ്ങുന്ന അല്ലെങ്കിൽ കൊടുക്കേണ്ട സ്ത്രീധനത്തിന്റെ അളവിലും വലിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ സ്ത്രീധനം എനിക്ക് തോന്നുന്നു ആ നാട്ടിലേക്ക് ഇപ്പോഴും വലിയൊരു പ്രശ്നം തന്നെയാണ്. ഇനി സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ ബേസിൽ ജോസഫാണ് സിനിമയിലെ ലീഡ് റോളിൽ അഭിനയിച്ചിട്ടുള്ളത്. PP അജേഷ്. വളരെ സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യൻ. അതായത് ഒന്നുമില്ല അയാൾക്ക്. അയാളുടെ വീടെല്ലാം കാണിക്കുന്ന ഒരു സീൻ ഈ സിനിമയിലുണ്ട്. വളരെ ഒന്നുമില്ലാത്തൊരു ചുറ്റുപാടിൽ ജനിച്ച് വളർന്ന മനുഷ്യനാണ്. പക്ഷെ അറിയാലോ, ഒന്നുമില്ലാത്ത ആൾക്കാരെല്ലാം ഒരു ജോലി ചെയ്യുന്ന സമയത്ത് അവർ വളരെ വളരെ സിൻസിയർ ആയിരിക്കും. എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും എത്ര ബുദ്ധിമുട്ട് സഹിച്ചിട്ടാണെങ്കിലും ആ ഒരു ജോലി അവർ 100% സിൻസിയർ ആയി തന്നെ ചെയ്തിരിക്കും. ആ ഒരു കഥാപാത്രത്തെ 100% പെർഫെക്റ്റ് ആയിട്ട് തന്നെ ബേസിൽ ചെയ്തിട്ടുണ്ട്. നല്ല പെർഫോമൻസ് ആയിരുന്നു ബേസിൻ്റെത്. മറ്റൊരാൾ നമ്മുടെ സജിൻ ഗോപു ആണ്. മരിയാനോ എന്നാണ് ക്യാരക്ടറിന്റെ പേര്. അപ്പൊ മരിയാനോയെ കഥയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇന്ദുഗോപൻ എഴുതിയിട്ടുള്ളത് അങ്ങനെയാണ്, ഭീമാകാരനായിട്ടുള്ള ഒരു മരിയാനോ എന്ന്. നമുക്ക് കാണുമ്പോൾ അങ്ങനെ തന്നെ തോന്നും. കാരണം ഈ കടലിൽ ജോലി, മീൻപിടുത്തം ജോലിയായിട്ട് കൊണ്ട് നടക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അറിയാലോ അവരുടെ ഫിസിക്ക് എങ്ങനെ ഉണ്ടാവുന്നത്. ആ ഒരു ക്യാരക്ടർ നല്ല രീതിയിൽ തന്നെ നമ്മുടെ സജിൻ ഗോപു ചെയ്തിട്ടുണ്ട്. കിട്ടിയാലും അയാളുടെ കയ്യിൽ നിന്ന് ഒന്ന് കിട്ടിയാലും ആരായാലും കടന്നു പോകും, അങ്ങനെ ഒരു ഫിസിക്കാണ്. നല്ല രീതിയിൽ തന്നെ സജിൻ ഗോപു ചെയ്തിട്ടുണ്ട്. ഓവർ ആക്കിയിട്ടില്ല, പെർഫെക്റ്റ് ആയിരുന്നു. പിന്നെ ഈ സിനിമയിലെ ഫീമെയിൽ ലീഡിൽ വന്നിട്ടുള്ളത് നമ്മുടെ ലിജോ മോളാണ്. ക്യാരക്ടറിന്റെ പേര് സ്റ്റെഫി എന്നാണ്. ഒരു സാധാരണ കൊല്ലം ജില്ലയിലുള്ള ഒരു സാധാരണ പെൺകുട്ടിയായിട്ടാണ് അഭിനയിച്ചിട്ടുള്ളത്. നല്ല പെർഫോമൻസ് ആയിരുന്നു. കൂടുതൽ കുളവാക്കിയിട്ടൊന്നുമില്ല. കിട്ടിയ ക്യാരക്ടർ നൈസായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു, ഡീസൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ്. ഇനി ബാക്കി ചെറിയ ചെറിയ കുറച്ചധികം കഥാപാത്രങ്ങൾ ഈ സിനിമയിൽ വന്നു പോകുന്നുണ്ട്. കുറച്ച് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഒരാളെ പറയാൻ വേണ്ടി വിട്ടുപോയി. ഈ സ്റ്റെഫിയുടെ ബ്രദറായിട്ട് അഭിനയിക്കുന്ന ഒരു കഥാപാത്രമുണ്ട്, ബ്രൂണോ എന്നാണ് ക്യാരക്ടറിന്റെ പേര്. ആ കഥാപാത്രവും കിടിലമായിരുന്നു. പ്രത്യേകിച്ച് ഒരു പണിയില്ലാത്തൊരു പാർട്ടിക്കാരൻ. അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ ഒരുപാട് സ്ഥലത്ത് നമ്മൾ കണ്ടിട്ടുണ്ടാകും. ആ ക്യാരക്ടറിനെ ചെയ്തിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ആനന്ദ് മന്മഥൻ എന്ന് പറയുന്ന ഒരു നടനാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു കോയിൻസിഡൻസ് എന്ന് പറയുന്നത്, ഈ ഒറിജിനൽ സ്റ്റോറിയിൽ
ഒരു ശർമാജി എന്ന് പറഞ്ഞൊരു കഥാപാത്രമുണ്ട്, രാകേഷ് ശർമ്മ. ഈ രാകേഷ് ശർമ്മ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, പള്ളിയിലച്ഛനായിട്ടാണ് അഭിനയിച്ചിട്ടുള്ളത്. ഒറിജിനൽ സ്റ്റോറിയിൽ രാകേഷ് ശർമ്മയെ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത് ദീപക് പറമ്പോലാണ്. രണ്ടാൾക്കാർക്കും കൂടുതലായിട്ടൊന്നും ചെയ്യാനില്ല, പക്ഷെ കിട്ടിയ ക്യാരക്ടർ വലിയ കുളവാക്കാതെ നൈസായി തന്നെ ചെയ്തിട്ടുണ്ട്. മ്യൂസിക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ജസ്റ്റിൻ വർഗീസിന്റെ മ്യൂസിക്കാണ്. എനിക്ക് തോന്നുന്നു അത്ര വലിയ സീനിനെ എലവേറ്റ് ചെയ്യുന്ന രീതിയിൽ ഒന്നും തന്നെ ചെയ്തിട്ടൊന്നുമില്ല. ഒരു എന്താണ് ജിയോഗ്രഫിക്ക് അനുസരിച്ചിട്ടുള്ളൊരു മ്യൂസിക്കാണ് ചെയ്തു പോയിട്ടുള്ളത്. വലിയ വർക്ക് എന്നൊന്നും പറയാനില്ല, പക്ഷെ മോശമാക്കിയിട്ടില്ല, അത്രയേ ഉള്ളൂ. പിന്നെ ഈ സിനിമയുടെ ഡയറക്ടർ എനിക്ക് തോന്നുന്നു കലാസംവിധായകനൊക്കെ ആയിട്ട് ഒരുപാട് സിനിമകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. കുമ്പളങ്ങി നൈറ്റിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ഡയറക്ടറാണ്. അപ്പോൾ ഈ ഒരു ജിയോഗ്രഫി അങ്ങനെയാണ് കേട്ടോ. ഈ കൊല്ലം ജില്ലയിൽ തന്നെ ഈ കായലും കൈപ്പാടും കണ്ടോലം ചേർന്നിട്ടുള്ള അങ്ങനെ ഒരു ജോഗ്രഫിയാണ്. നമ്മൾ ഈ ഒതളങ്ങ തുരുത്തിലെല്ലാം കണ്ടിട്ടുള്ള ആ ഒരു ടൈപ്പ് ഓഫ് ജോഗ്രഫി ഇല്ല, അത് നല്ല രീതിയിൽ തന്നെ കുറച്ചുകൂടി നല്ല രീതിയിൽ തന്നെ കാണിക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് സിനിമാറ്റോഗ്രഫി ബേസിൽ. പക്ഷെ ഇത് ഒരു ഫ്രെയിം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഡോക്യുമെന്ററി എല്ലാം കാണുന്ന രീതിയിലാണ് ചെയ്തു പോയിട്ടുള്ളത്. അങ്ങനെ വലിയ ക്യാമറ വർക്കോ കാര്യങ്ങളൊന്നോ ഈ സിനിമയിൽ അവർ ചെയ്തിട്ടില്ല, എന്തുകൊണ്ടാണെന്ന് അറിയില്ല. കുമ്പളങ്കിലല്ല നമ്മൾ കണ്ടിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് വർക്ക് ഇല്ലേ, അങ്ങനെയൊക്കെ ചെയ്തിരുന്നെങ്കിൽ ഇത് വേറൊരു ലെവലിലേക്ക് എത്തിക്കാൻ പറ്റുന്ന സിനിമയായിരുന്നു. പക്ഷെ അത്രയ്ക്കൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഈ സിനിമയുടെ കളർ ടോൺ നോക്കിക്കഴിഞ്ഞാലും അങ്ങനെയൊന്നുമില്ല, ഒരു യെല്ലോ ടോണിലാണ് പോകുന്നത്. പിന്നെ സിനിമയുടെ സ്റ്റാർട്ടിങ്ങിൽ കൊല്ലം ജില്ലയെ കുറിച്ചിട്ട് ഒരു പാട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്, വലിയ പോരായിരുന്നു. എനിക്ക് അത്ര വലിയ ഇമ്പ്രസീവായി തോന്നിയിട്ടൊന്നുമില്ല. പിന്നെ എന്താണ് ആർട്ടിസ്റ്റുടെ പെർഫോമൻസ് എല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ ഒരാളെ പറയാൻ വേണ്ടി വിട്ടു, നമ്മുടെ ഒതളങ്ങിയ തുരുത്തിലെല്ലാം അഭിനയിച്ചിട്ടുള്ള ഒരാളില്ല, എനിക്ക് അയാളുടെ കറക്റ്റ് പേരറിയില്ല, ശിവപ്രസാദ് എന്ന് മറ്റോ തോന്നുന്നു അയാളുടെ പേര്. അയാളും ഈ സിനിമയിൽ ചെറിയൊരു റോളിൽ വന്നു പോയിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള സപ്പോർട്ടീവായിട്ടുള്ള ക്യാരക്ടേഴ്സും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നന്നായിരുന്നു. അപ്പോൾ ഇതാണ് ബേസിൽ ജോസഫിൻ്റെ പൊന്മാൻ. പഴയ ഒരു സ്റ്റോറിയാണ്, വിഷ്വലിയും ഒരു പഴയ സിനിമ കാണുന്ന പോലെ തന്നെ നമുക്ക് തോന്നും. പക്ഷെ സ്ത്രീധനം എന്ന് പറയുന്ന കാര്യം ഇപ്പോഴും കേരളത്തിൽ അതേപോലെ നിൽക്കുന്നത് കൊണ്ട് നമുക്ക് തള്ളിക്കളയാൻ വേണ്ടി പറ്റില്ല. സോ കണ്ടിരിക്കാം. ഇതാണ് ബേസിലിൻ്റെ പൊന്മാൻ.